അമേരിക്കൻ പ്രസിഡന്റ് ഈ സമയത്ത് അമേരിക്ക ഇസ്രായേലും ഇറാൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്തതിനോട് തുടർന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അത് സോഷ്യൽ മീഡിയയിൽ കൂടാണ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിലും ട്വിറ്ററിലും കൂടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് ഇറാനോട് പറഞ്ഞിരുന്നത് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, അതായത് നിങ്ങളുടെ സഹായത്തിന് വരുന്നുണ്ട്. 47 വർഷമായിട്ട് ഇറാനിയൻ ഭരണകൂടം ആയിരക്കണക്കിന് ആളുകളെയാണ് കൊല്ലുന്നത്. അപ്പം അടിച്ചമർത്തിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാതന്ത്ര്യമില്ല ജനങ്ങൾക്ക്. നിങ്ങളുടെ ആവശ്യമായിരുന്നു ഞങ്ങൾ ഇടപെടണം, ഞങ്ങൾ ഇടപെട്ടു. ഇനി നിങ്ങളും ഇടപെടണം. അതായത് അവിടെയുള്ള IRGCയോടും പോലീസിനോടും അവിടുത്തെ പട്ടാളത്തോടും പോലീസിനോടും പറയുകയാണ്, നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക. ഈ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്റ്റ് ഇറാൻ വിളിച്ചു വരുത്തിയതാണ്. അതായത് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ തിരിച്ചിരിക്കുന്നത്. പറയുന്നത് ചില പോയിന്റ് ഷിപ്പിംഗ് ലൈൻ തകർക്കുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു, പ്രോക്സീസിനെ ഉണ്ടാക്കുന്നു, ലോകം മുഴുവനും പ്രശ്നം ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. അദ്ദേഹം അതിൻ്റെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അദ്ദേഹത്തിനെതിരെ നടന്ന വധശ്രമം പോലും ഇറാനാണ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയത്. ഇതിന് പ്രതികാരം ഞങ്ങൾ ചെയ്യുകയാണ്, പക്ഷേ അത് ഇറാനിയൻ ജനതയോട് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ പാലിക്കുന്നു. ഇന്ന് വരെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതേപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇമോഷണലായിട്ടാണ് പറയുന്നത്. അത് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്നു. ഇനി മനസ്സിലാക്കുക, എന്ത് മെസ്സേജാണ് ഇതിൽ നിന്നും തരുന്നത്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, വാർ ഫർദർ എസ്കലേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എങ്ങനെ പോയാലും ഇറാനിയൻ ഭരണകൂടത്തെ മാറ്റാതെ ഈ വാർ തീരില്ല. ഒന്നാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചില ക്രൂയിസ് മിസൈലുകൾ വളരെ ലോ റേഞ്ചിലാണ് ഫ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് കണ്ടാൽ പിടികിട്ടും. അത് ഇറാഖിൽ നിന്നുമാണ് ആ വിഷ്വൽ എടുത്തിരിക്കുന്നത്, ആരോ മൊബൈലിൽ. അപ്പോൾ അത് വളരെ ലോ റേഞ്ചിലാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇറാനിയൻ അവിടെ എയർക്രാഫ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടായ അതോ മിസൈൽ ലോഞ്ചാണോ ചെയ്തിരിക്കുന്നത് അറിയില്ല. പക്ഷേ അറിയാൻ സാധിക്കുന്നത് ഇസ്രായേലും ടൈറ്റായിട്ട് സെക്യൂരിറ്റി അലേർട്ടും അതേപോലെ തന്നെ സൈറനും ഒക്കെ മുഴങ്ങുകയാണ്. കാരണം ഇറാനും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, പഴയ യുദ്ധം ഈ 11 ദിവസം ഉണ്ടായിരുന്ന യുദ്ധം പോലെ ആയിരിക്കുകയില്ല ഇപ്രാവശ്യത്തെ യുദ്ധം. ഈ പറയുന്ന ഈ രീതിയിലുള്ള എസ്കലേഷൻ വല്ല ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ തട്ടി തവിടാക്കി കളയും. കാരണം അമേരിക്കയുടെ ഇത്രയും 17ഓളം വാർഷിപ്പുകളും ഏകദേശം 11ഓളം അമേരിക്കൻ സൈനിക താവളങ്ങളും ചുറ്റിലുണ്ട്. അതായത് ഇറാനെ പൂർണ്ണമായിട്ട് കത്തിച്ച് കളയാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതിനകത്താണ് അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, ഇനി നിങ്ങളും റെസ്പോണ്ട് ചെയ്യണം, ഈ റിജീമിനെ പുറത്താക്കണം. നമ്മൾ നല്ല ബന്ധത്തിലും മനുഷ്യ സ്നേഹ ബന്ധത്തിലാണ് കഴിയേണ്ടത്. അല്ലാതെ ഒരു ടെറർ പ്രോക്സി ഉണ്ടാക്കുന്ന ഇറാനിയൻ ഭരണകൂടം ഈ ലോകത്തിന് ആപത്താണ്. ഈ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് അതിനെപ്പറ്റി പറയുന്നത്. ഇനി ഗ്ലോബലായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു വാറിൻ്റെ ഫർദർ എസ്കലേഷൻ എന്ന് പറയുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ആ ഭാഗത്തോട്ടും പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഇറാൻ ഇതിന് റിട്ടാലിയേഷൻ ചെയ്തില്ല എങ്കിൽ അവർക്ക് തന്നെ ആ ഭരണകൂടം തന്നെ ഏതാണ്ട് പരിപൂർണമായിട്ടും തകർന്ന് തരിപ്പണമായി പോകും. അല്ലെങ്കിൽ അറിയാൻ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇറാനിയൻ ഭരണകൂടവുമായി യോജിച്ചിരിക്കുന്ന IRGCക്കകത്ത് വലിയ സ്പ്ലിറ്റും പോലീസിനകത്തും വലിയ സ്പ്ലിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, ഹൈടെക് വെപ്പൺ വാറാണ് നടക്കാൻ പോകുന്നത്. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിലും ഈ ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ഉപയോഗിക്കാൻ പോകുന്ന വെപ്പൺസ് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കാഴ്ചയും കൂടെ ആയിരിക്കും. എന്തൊക്കെ വെപ്പൺസാണ് ഇവർ ഉപയോഗിച്ചത്, ഏത് രീതിയിലാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറയാം, വാർ നീണ്ടു നിന്നാലും ഇല്ലെങ്കിലും ഇറാൻ ഭരണകൂടം തെറിക്കാതെ ഈ വാർ അവസാനിക്കുന്നില്ല. ഈ വാർ ഫർദർ എസ്കലേറ്റ് ചെയ്യും, മുന്നോട്ട് പോകും. അത് തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോകത്തുള്ള എല്ലാവരെയും ബാധിക്കും. ഓയിലിൻ്റെ വില പെട്ടെന്ന് കുതിച്ചു കയറും. മനസ്സിലാക്കുക, എല്ലാ രാജ്യങ്ങളും പൊതുവെ സമ്മതത്തോടു കൂടിയാണ് അമേരിക്കയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യ സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ എയർഫീൽഡ് ഉപയോഗിക്കുന്നതിനെതിരെ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്ക അവരുടെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. ആ എയർഫീൽഡുമായിട്ട് ജോയിൻ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ രാജ്യങ്ങളിലെ സെക്യൂരിറ്റി ആയിരിക്കും. പക്ഷേ ഏത് രാജ്യത്തും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ MOU തയ്യാറാക്കിയിരിക്കുന്നത്.
മേജറായിട്ട് അമേരിക്കൻ ഓപ്പറേഷൻ നടക്കുന്നത് ഖത്തറിൽ നിന്നും അതേപോലെ തന്നെ ജോർദാനിൽ നിന്നുമാണ് മെയിനായിട്ട് പോയിരിക്കുന്ന അറ്റാക്കുകൾ. അതേപോലെ അമേരിക്കൻ മിസൈൽസുകൾ മുഴുവൻ പോകാൻ സാധ്യതയുണ്ട് ഉള്ളതായി കാണുന്നത് അമേരിക്കൻ വാർഷിപ്പുകളിൽ നിന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൃത്യമായ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇറാനിയൻ ജനതയോട്. അതായത് ഈ വാർ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ വാർ ചെയ്യുന്നത്. ആ വാറിനോട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. കാരണം ഇറാനിയൻ ഭരണകൂടം മാറേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്. ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ കൂടെ ന്യൂക്ലിയർ വെപ്പൺസും ഇതേപോലെയുള്ള വെപ്പൺസ് ഉണ്ടെങ്കിൽ ലോക സമാധാനത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഇറാനിയൻ ജനത ഒന്നടങ്കം പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടെ നിൽക്കണം. അതായത് അമേരിക്കയുടെ കൂടെ ഈ വാറിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം. മറ്റേത് ഇമോഷണലായിട്ട് അമേരിക്കൻ ജനതയോട് പറയുന്നത്, വളരെയധികം അമേരിക്കൻസ് ഇറാനിയൻ അറ്റാക്ക് കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 100 കണക്കിനും 1000 ബെയ്റൂട്ടിലുണ്ടായ ആക്രമണം, പല ആക്രമണത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതിനും കൂടെ കൊടുക്കുന്ന തിരിച്ചടിയാണ് ഈ ഭരണകൂടത്തിന്. അതായത് അമേരിക്കൻ ഫോഴ്സിനെ നിങ്ങൾ തൊട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അടി കിട്ടും. അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഈ ഭൂമിയുടെ മുഖത്തു നിന്ന് എടുത്ത് കളയും. ഈ വാർണിങ്ങും കൂടാണ് കൊടുത്തത്. അതായത് മനസ്സിലാക്കുക, വാർ നീണ്ടുപോകും. അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഏറ്റവും സ്റ്റെൽത്തി അറ്റാക്ക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആയിരിക്കും. അവരെല്ലാ രീതിയിലും സംഭവം ഈ റിജീമിനെ തന്നെ തെറിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിലാണ് ഈ വാറിൻ്റെ പോക്ക് മുന്നോട്ട് പോകുന്നത്.